ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബാക്കി വന്ന ഉപ്പുമാവ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ ദോശയാണ്. അരിയോ ഉഴുന്നോ അരയ്ക്കേണ്ടതില്ല, പുളിപ്പിക്കേണ്ടതുമില്ല. വെറും കുറച്ച് ചേരുവകൾ ചേർത്ത് മിനിറ്റുകൾക്കുള്ളിൽ മൃദുവായ രുചികരവുമായ ദോശ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഉപ്പുമാവാണ്. ഉപ്പുമാവ് സാധാരണയാണെങ്കിൽ ഇവിടെ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ എടുക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അത് കാരണം കൊണ്ടാണ് ഉപ്പുമാവ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പ് ചേർത്ത്, കാരണം നമ്മൾ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് അരയ്ക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തവി ഉപയോഗിച്ച് അതൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ചെറിയ 2, 3 കട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കിയെടുത്ത് അത് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കട്ടയൊന്നും ഉടഞ്ഞു പോയിട്ടില്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ കട്ടകൾ സ്പൂൺ ഉപയോഗിച്ച് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. നമുക്കത് മാറ്റിയൊന്നും വെക്കുകയൊന്നും വേണ്ട. ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടത് കാരണം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ തിരിച്ചിടുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ റവ മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ദോശക്കല്ലിലൊക്കെ ആണെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇവിടെ മോന് ഉപ്പുമാവാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് ഇത് ഒരുപാട് ഇങ്ങനെ പരത്താതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു ചെറിയൊരു എരിവും ആ ഒരു ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ ഇടുന്നതല്ലേ, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പുമാവൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കുന്നതിനാണെങ്കിൽ ഒരു മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ദോശക്കല്ലിൽ ഇതുപോലെ പരത്തി വേണേലും എടുക്കാം. അപ്പം നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദോശ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാണെങ്കിൽ വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം അടുത്ത മാവ് കോരി ഒഴിക്കാൻ. അല്ലെങ്കിൽ ആ ഒരു ദോശക്കല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പം അത് ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. നല്ലതായിട്ട് മൊരിച്ചൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് താമസം എടുക്കും. പിന്നെ നമ്മൾ തീയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പം നല്ല ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.